മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഡൊമിനിക് എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നതും ഒരു ലേഡീസ് പേഴ്സ് ഉടമസ്ഥയെ അന്വേഷിച്ചു പോകുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് കഥ. ഒരു ഷെർലക് ഹോംസ് പരിപാടി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് അത് അങ്ങോട്ട് വർക്കായിട്ടില്ല. പ്രത്യേകിച്ച് പടം കാണുന്ന പ്രേക്ഷകനുമായിട്ട് കണക്റ്റ് ആവാത്തതാണ് പ്രധാന പ്രശ്നം. പടം തുടങ്ങിയത് മുതൽ അതിൻ്റെ ഗ്രാഫിൽ ഒരു മാറ്റവുമില്ലാതെയാണ് പോകുന്നത്. ചിത്രത്തിൽ ഒരുപാട് നല്ല കാസ്റ്റ് വന്നു പോകുന്നുണ്ട്. ഒരു കാര്യവുമില്ല. വന്നു പോകുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. എനിക്ക് ഈ പടത്തിൽ ആകെക്കൂടെ ഇഷ്ടമായത് മമ്മൂക്കയുടെ പ്രകടനമാണ്. അത് മാത്രം അങ്ങനെ കണ്ടിരിക്കാം. പിന്നെ ഗോകുൽ സുരേഷും പ്രധാന ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യത്തിന്? ആ ക്യാരക്ടറിൽ അടിപൊളിയാണ് എന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ പകുതി മുക്കാൽ ഭാഗവും നല്ലപോലെ ലാഗുണ്ട്. പടത്തിൻ്റെ ഗ്രാഫ് നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത്. ക്ലൈമാക്സ് കൂടി കൊണ്ടുപോയി കൊളാക്കിയിരുന്നെങ്കിൽ പടത്തിൽ നല്ലത് എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ അതുമാത്രം കുളമാക്കിയില്ല. ക്ലൈമാക്സ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരൈറ്റാണ് പിടിച്ചിട്ടുള്ളത്. ഒരു വട്ടം മാത്രം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ബിലോ ആവറേജ് മാത്രമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ് മാത്രം കുറച്ച് എൻഗേജിങ് ആക്കി. ചിലപ്പോൾ തോന്നും ആ ഒരു ക്ലൈമാക്സ് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു പടമാണെന്ന്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണുന്നവർക്ക് ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു ചെറിയ പടം മാത്രമാണിത്. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു പടം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.